മടക്കി താടി വീഴും. മര്യാദ മുടക്കും കേട്ടാ. എനിക്ക് നേരം പോയി. മതി 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 മതി. താക്കോലിക്കെടുക്കും. വൈകുന്നേരം നേരത്തെ വരണം കേട്ടോ, നമുക്ക് കല്യാണ വീട്ടിൽ പോകണ്ടോ? ഞാൻ നോക്കട്ടെ. എന്താന്നറിയോ, എനിക്ക് വരാൻ പറ്റില്ല. നീ മക്കളെ കൂട്ടി പോകട്ടെ. ഇവിടെ നീ അകത്തേക്ക് കയറിയിട്ട് ആ ഡോർ അടച്ചേക്ക് കേട്ടോ. എന്തെങ്കിലും തടയുന്ന ലക്ഷണമുണ്ട്. ശരിയാ, ഇവിടെ കേറുന്നതാ നല്ലത്. നമുക്ക് ഒരുമിച്ച് കയറാം. സന്ദർഭം അനുസരിച്ച് ഷൈനി അകത്ത് കയറട്ടെ. പട്ടിക്കൂടി കാണുന്നുണ്ട്. പട്ടി ഉണ്ടെന്നാ തോന്നുന്നത്. കൂട്ടിലാകാനാ സാധ്യത. എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. പട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കച്ചവടക്കാരല്ലേ. ജയശ്രീയും ജൂലിയും മുന്നേ നടക്കട്ടെ, ഷൈനി പിന്നാലെ വന്നാൽ മതി. മിസ് കോൾ അടിക്കാൻ മറക്കരുതേ. അമ്മാ, പഴയ പാത്രങ്ങൾ വല്ലതും കൊടുക്കാനുണ്ടോ? കസവുണ്ടമ്മ, കസവ്. പഴയ മാട്ടാ കുപ്പി കൊടുക്കാനുണ്ടോ അമ്മ? പെരിയ വില തരാം. എന്താ അവിടുന്ന് പോകുന്നേ? അമ്മ, പഴയ പാത്രങ്ങളുണ്ടോ അമ്മ? പെരിയ വില തരാം. ഇരുമ്പ് തുരുമ്പ് പിടിച്ച പാത്രങ്ങള്, പഴയ പ്ലാസ്റ്റിക് എല്ലാം എടുക്കും അമ്മ. അമ്മ, ഞങ്ങളുടെ നാട്ടിൽ വെള്ളം കയറി എല്ലാം നശിച്ചമ്മ. ആഹാരമില്ല, വീടില്ല. ഒന്നുമില്ല. ഓക്കോ അപ്പടി ചൊല്ലാതമ്മ. ഊര് വിട്ട് നാട് വിട്ട് വന്നതാ. അരി വാങ്ങാനാ അമ്മ. ഞങ്ങളുടെ ജോലിയമ്മ, വല്ലതും തരണമ്മ. കഞ്ഞി കുടിച്ചിട്ട് 2 ദിവസമായി അമ്മ. പശിക്കരുത്. കുപ്പിച്ചില് ഇരുമ്പ് പാത്രങ്ങൾ എല്ലാം എടുക്കും അമ്മ. ഇവിടെ ആരും ഇല്ല, പോയിട്ട് വാ. പഴയ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എല്ലാം എടുക്കുമമ്മ. പെരിയ വില തരുമമ്മ. ഇവിടെ ആരും വേണ്ടമ്മ. ഞങ്ങൾ പറമ്പിൽ നിന്ന് പെറുക്കി കൂട്ടും. അമ്മയ്ക്ക് പെരിയ വില തരും. ആ പൊന്നമ്മ, ഇത് വിറ്റിട്ട് വേണം അമ്മ അരി വാങ്ങാനായിട്ട്. അമ്മേ മഹാമായേ, അമ്മ മഹാലക്ഷ്മി താനേ, ഈ കുടുംബത്തിന്റെ ദേവത. അന്യദേശ വീടും കുടിയും നഷ്ടപ്പെട്ട് ജീവിക്കാനാ അമ്മ. ശരി, വാ. കിടക്കണൊക്കെ പറ്റുമോ നോക്ക്.
വേറെ ആരും ഇല്ല അമ്മ. ഇവിടെ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. മക്കൾ എത്ര പേരാ അമ്മ? രണ്ടാളും ദുബായിൽ. അമ്മയുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിച്ചു. 2 പേർക്കും മക്കളുണ്ട്. അമ്മയുടെ മക്കൾ എന്ന് വരും? എല്ലാ വർഷവും ഓണത്തിന് വരും. മക്കള് വരുമ്പോ പൊന്നും പണമൊക്കെ കൊണ്ടുവരുവോ? 2 പേരും തരും. ഇനി വരുമ്പോ ഞങ്ങൾക്ക് ഒരു സാരി തരണം. തരാം. അമ്മ പെരിയ വീട്ടിൽ താമസം. ഞങ്ങൾ നാടോടികൾ 10 പൈസ കിട്ടിയാലേ കഞ്ഞി കുടിക്കാൻ പറ്റൂ. അമ്മ 750 രൂപ തരാം. അങ്ങനെ പറയല്ലേ. 300 രൂപയെ കുറിച്ച് ഞാൻ തരിക. അമ്മ കുടിക്കാൻ కొంచెం തണ്ണി തരുമാ? അതിനെന്താ, തരാലോ. വീട്ടിക്ക് പിന്നാലെ പോരുമാ? ആ 100 പുണ്യം. ഇറങ്ങട്ടുമാ. ശരി, ഇനിയും വരണം. വരട്ടുമാ. ரொம்ப സൗഖ്യമായിരിക്കും. ഇനിയും പഴയ സാധനങ്ങൾ കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കണേ.